സുധീർ സാറില്ല. വീട്ടിൽ ആരുമില്ലേ? ഇല്ല, വൈഫും പിള്ളേരും പോയിട്ട് 2-3 ദിവസമായി. സുധീറോ? ഇന്നലെ പോയതാ, വന്നിട്ടില്ല. അല്ല സാർമാരെ, സുധീർ സാറിന്റെ ഫ്രണ്ട്സ് ആണോ? ആ, അങ്ങനെ പറയാം. അല്ല സാർമാരെ ഒന്ന് നിന്നേ. സുധീർ സാർ പോയി എന്ന് പറയുന്നതാണോ അതോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതാണോ? ശരിയെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെന്താണോ? എന്ന് വെച്ചാ ഞാനിന്നലെ മോട്ടർ അടിച്ചിട്ട് വരുമ്പോഴാ കണ്ടത്. താൻ ചുമ്മാ സീനും കണ്ട് നോക്കിയെന്നു. പിന്നെ അല്ലാണ്ട് സീനകത്ത് കയറിയിട്ട് വേണം എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ. കാശുള്ളവന്മാർക്ക് സെക്യൂരിറ്റിക്കാരെ കാണുമ്പോ വണ്ടി ഇടിച്ചു കൊല്ലാൻ തോന്നുന്ന സീസണാ. അവന്മാരായിരുന്നു മുമ്പ് ഇവിടെ വല്ലതും കണ്ടിട്ടുള്ളവരോ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല. സെക്രട്ടറി സാറിനോട് കാര്യം പറഞ്ഞപ്പോ ഇന്നും കൂടി നോക്കിയിട്ട് പോലീസിനോട് പരാതി പറയാന്ന് പറഞ്ഞത് പുള്ളി. അത് നല്ലതാ. എന്ത് നല്ലതാന്ന് പോലീസിൽ പറയണതാ അതോ തട്ടിക്കൊണ്ടുപോയതാണ്? ജാക്ക് ഡാനിയൽ വിസ്കിയുടെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ, സിഗരറ്റ് ബഡ്സ്. അത് കണ്ടത് അവിടെയാണ്. ഈ നമ്പറിലൊന്ന് വിളിക്കൂ. വിജയ് മല്യ ഇൻ ട്രബിൾ. അയ്യോ ഹലോ മിസ്റ്റർ നടേശൻ, ആരാണ്? നമ്മളാ കല്യാണത്തിന്, പാപ്പാളി സാറിന്റെ മോളുടെ കല്യാണത്തിന് അവിടെ വെച്ച് പരിചയപ്പെട്ട രാജു, ആ താടി വെച്ച. ഇപ്പൊ നടേശൻ ചേട്ടൻ പറഞ്ഞിരുന്നു, കാർഡ് തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുപ്പി. ആ പറഞ്ഞോ എന്താണ് വേണ്ടേ? ഒരു ബോട്ടില് ജാക്ക് ഡാനിയൽ. ആരാ? കസ്റ്റംസിലെ മോഹൻ സാർ ഇതിവിടെ തരാൻ പറഞ്ഞതാ. ശരിയെന്നാ. അമ്മച്ചിയുടെ മോനെ ഒന്ന് കാണാമെന്നതാ. പിന്നെ എന്തിനാണ് അയാളുടെ കയ്യിൽ നിന്ന് വിസ്കി ബോട്ടിൽ വാങ്ങിച്ചത്? അമ്മച്ചി വൈകിട്ട് 2 അടിക്കൂ. അതെ, അകത്തൊളിച്ചിരിക്കുന്ന പുത്രനെ കണ്ടിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. നീ അന്ന് ജയന്തിയുടെ കൂടെ വന്ന ഡ്രൈവറല്ലേ? ആണെങ്കിൽ ദോശയും ചമ്മന്തി. ആ, തേങ്ങ ചമ്മന്തി, ചിറ്റപ്പന്റെ കട. ജാക്വലിൻ, ടേക്ക് കെയർ ഓഫ് മാഡം. ഇതെന്താ കയ്യെന്തോടേ? ഇതെന്താ പോക്കർ കറി കാണിക്കുന്നേ? ഇവിടെ എന്തോടെ ഇത്? സർ, ഹെൽപ് മീ. Open the door. Open the door. Albi, what a surprise. സുധീറിനെ പ്രതീക്ഷിച്ചെടുത്ത് വാ മോനെ രമേശ, വാ. Who are you? We are from Delhi. Okay, come. Come on. Sit down. ഈ അറസ്റ്റുകാർക്ക് തരക്കേടില്ലാത്ത ശമ്പളം സെൻട്രൽ ഗവൺമെൻറ് തരുന്നുണ്ടല്ലോ. പിന്നെ എന്തിന് ഈ സ്മഗ്ലിംഗ് റാക്കറ്റിൽ വന്ന് ചാടി? പണമായിരുന്നോ അതോ മറ്റ് ഓഫറുകൾ ലൈക്ക് പ്രിറ്റി ഗേൾസ്? ഫാമിലി സർ. അമ്മയും ഏട്ടനും ഞാൻ ചേർന്നാണ് ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിലാണ് ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ വന്നത് ഡിമോളിഷ് ചെയ്യാൻ. വാട്ടർ ഫ്രണ്ട് എൻക്രോച്ച് ചെയ്തെന്നും പറഞ്ഞ് ആ സമയത്താണ് അയാളെയും കൊണ്ട് ഏട്ടൻ അമ്മയെ കാണാൻ വരുന്നത്. കരിപ്പൂരിൽ നടത്താൻ പ്ലാൻ ചെയ്ത ഈ ഓപ്പറേഷൻ വേറെ എയർപോർട്ടിൽ നടത്തി പരിചയമുള്ളവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവിടെയും നിങ്ങളെപ്പോലത്തെ ആഫീസർമാർ തന്നെയാണ് 2 കൈയും നീട്ടി മേടിച്ച് കണ്ണും പൂട്ടി മിണ്ടാണ്ട് നിന്നു കൊടുത്തത്. നിങ്ങളൊന്ന് ബേജാറാവാണ്ടിരിക്കുമേ തന്നെ. ദിവസങ്ങളെടുത്തിട്ടുള്ള ഈ ഏർപ്പാടിൽ വെറും 10 മിനിറ്റാണ് നിങ്ങളുടെ റോള്. ഞാൻ ഡേവിസ്, പള്ളൻ ഡേവിസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. ജയറാം ഷെണോ. ആ 2 കുണ്ടന്മാർ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറക്കുന്നു. അമ്മന്റെ മോൻ രമേശ് സാറ് അത് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാ മൂപ്പരെ എന്റെ അറ്റത്ത് പിടിക്കൊന്നും വേണ്ടെന്ന് അതങ്ങ് പോയിക്കോളൂ. മൂപ്പരും തിരിഞ്ഞു നിന്നാ മതി. അതെ, സുധീർ എനിക്ക് തരാനുള്ള 1 CR അഡ്വാൻസ്. അയ്യോ എന്റെ ഉണ്ണിക്കായെ, രമേശനോട് ഞാനിത് എങ്ങനെയാ പറയുന്നേ? ഒര കത്തുമ്പോ 1 പിടി മണ്ണ് വാരി ആ തീയിലൊക്കെ ഒന്നിടാൻ ഒരമ്മക്ക് മോനോട് പറഞ്ഞൂടെ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? നിന്റെ കയ്യിലായി എല്ലാം. നിന്റെ തള്ളയും ചേട്ടനും പിച്ച തണ്ടണോ ജയിലിൽ പോണോന്നൊക്കെ തീരുമാനിക്കേണ്ടതേ നീയാ. നിനക്ക് കുഴപ്പമൊന്നും വരത്തില്ല. ഭാര്യയുടെ തന്ത സമ്പാദിച്ചു കൂട്ടിയതുണ്ടല്ലോ. ഇങ്ങനൊരു അമ്മയും സഹോദരനും ഇല്ലെന്ന് വിചാരിച്ച് ബോംബെ പോയി അച്ചിയുടെ പടിക്ക് പൂർത്തിയായാ മതിയല്ലോ. അമ്മ പ്ലീസ്, ഇതിന്റെ കോൺസിക്വൻസസ് ഞാൻ ആലോചിക്കണ്ടേ? പുറത്തുള്ള അറിഞ്ഞ അമ്മ പറഞ്ഞ ജയിലിലേക്ക് ആദ്യം പോകുന്നത് ഞാനായിരിക്കും. എന്നിട്ട് കൺസൈൻമെന്റ് ഉണ്ണിക്ക് ആളുകൾക്കും കിട്ടിയില്ലല്ലോ. ആ ദിവസം ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ എനിക്ക് തരാൻ വലിയ ഓഫറൊന്നുമില്ല. നിങ്ങളുടെ ഭാര്യ ജയന്തി മേനോന്റെ ജീവൻ ഞാൻ എടുക്കില്ല എന്നൊരു വാക്ക്. അത് തീരെ ചെറിയൊരു ഗിഫ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ദാ ഫോൺ എടുത്ത് ഭാര്യ എന്ന് വിളിക്കുക. എന്നിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. ചുമ്മാ ഒന്ന് വിളി. ഹലോ. ഹായ്, കഹാ തൂ? ഐ എം അറ്റ് ദ ജിം. എന്താ? നൈ, നത്തിങ്. രമേശ് ജിമ്മിലല്ലേ? പെഡർ റോഡിലെ ആഡം ആൻഡ് ഈവ്. അവന്റെ ഫേസ് ടൈം കിട്ടിയോ? അവരുടെ തൊട്ടടുത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന എൻ്റെ ഒരു പയ്യന്റെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഞാനൊരു വൈഫിനെ കാണാം. ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ പിള്ളേർ അവരുടെ പുറകിൽ. ഇന്ന് മുഴുവൻ പുറകിൽ തന്നെ കാണുകയും ചെയ്യും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ സഹായത്തോടെ ഒരു കൺസൈൻമെന്റ് കോഴിക്കോട് എയർപോർട്ടിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്ന് ഈ നിമിഷം വരെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും മുമ്പ് നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് തരും. അത് കിട്ടിയാൽ ഞങ്ങളെ വിളിച്ച് പറയണം. പിന്നെയുള്ളത് ഞങ്ങളുടെ ജോലി. സിം ഒന്ന് മാറ്റിയിടാം. ഈ പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചാൽ മതി. അതോടെ സീൻ ഓവറാണ്. പിന്നെ ജയന്തി മേനോന്റെ പുറകിൽ ആരും ഉണ്ടാകും. അവരുടെ നിഴൽ മാത്രം. എവിടെയെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നാൽ പിന്നെ ബീവിയുടെ കാര്യം ഖലാസ്. ചൊവ്വിന് ശവമടക്കാനുള്ള ഷേപ്പ് ഉണ്ടാകും ബോഡി. ഭാര്യയെ കൊല്ലുമെന്ന പേടി കൊണ്ട് അവരെ അനുസരിച്ചോ? ഇല്ല, ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ പക്ഷേ ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞങ്ങള് പേടിക്കത്തൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങ് കൊന്നോന്ന് ഞാൻ പറഞ്ഞു. പകരം പണം ആവശ്യപ്പെട്ടു അല്ലേ? അതെ. എത്ര? 1.5 കോടി രൂപ. അവര് തന്നോ? ആ പണം എന്ത് ചെയ്തു? ഇവിടെ തന്നെ ഉണ്ട്. പോകുമ്പോ ആ പണം എടുക്കാൻ മറക്കണ്ട. ഇത്രയും പണം ഒന്നും ഇവിടെ സൂക്ഷിക്കുന്ന സേഫ് അല്ല. എയർപോർട്ടിൽ പിന്നെന്താണ് സംഭവിച്ചത്? കൺസൈൻമെന്റ് എന്താണെന്ന് ആര് ഇൻഫോം ചെയ്തു? MLA. മേന്നെ യെസ്. ഇത് പിടിച്ചോളി. സുധീർ എവിടെയുണ്ട്? ഒരു വിവരവും ഇല്ല. അവൻ മിക്കവാറും മുഹമ്മദ് ഉണ്ണിയുടെ കയ്യിലുണ്ടാവും. അവനെ പുറത്തു കൊണ്ടുവരാൻ രമേശനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്റെ മക്കൾ രണ്ടുപേരെയും ജീവനോടെ കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ. അമ്മയുടെ മനസ്സ് പിഴച്ചാൽ മക്കളുടെ ജന്മം പിഴയ്ക്കും. $1.5 കോടി രമേശ് മേനോൻ IRS എല്ലായിടത്തും വണ്ടി കയറ്റേ. പണി ഒരുപാട് ബാക്കി കിടക്കുന്നു.